ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ ഷെയറാണേ. ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒരു ഫാമിലിയാണ്. ഹസ്ബൻഡുണ്ട്, വൈഫുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഇവർ പോവുകയാണ്. ഇവരുടെ പുറകിൽ ഇപ്പോഴത്തെ ബൈക്കുണ്ടല്ലോ, അതുപോലുള്ള ബൈക്കിൽ ഒരു പയ്യൻ, ഏകദേശം ആ പയ്യൻ ഒരു 18-19 വയസ്സ്, അതിൽ കൂടുതൽ കാണില്ല, അവൻ കൊണ്ടുവന്ന് ഇടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ സത്യത്തിൽ ബ്രേക്ക് പിടിച്ചപ്പോഴും അവന് ബ്രേക്ക് ഭയങ്കര സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് വണ്ടി ഇങ്ങനെ വളഞ്ഞ് അവരുടെ വണ്ടിയുടെ പുറകിലിടിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം, കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ ചേട്ടന് ചെറിയ രീതിയിൽ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ആ പുറകിൽ ഇരുന്ന ആ പെൺകുട്ടിക്കും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒടിയ അങ്ങനെയൊന്നുമല്ല, മുറിവുകളും ചതവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത്, അതായത് 17 വയസ്സ് മുതൽ ഒരു 25 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രവണത. കാരണം ഒരു വണ്ടി കിട്ടി കഴിയുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ഓവർ സ്പീഡ്, എന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ചില കുട്ടിഭ്രാന്താന്ന് വേണേൽ പറയാം. ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ കാരണം ആർക്കും ഒരു ആപത്തുണ്ടാകാതിരിക്കാൻ നോക്കുക. ഒരു കാരണവശാലും നമ്മൾ കാരണം ആരും ആക്സിഡൻറ്റിൽ പെടാതിരിക്കാൻ നോക്കുക, കേട്ടോ. വണ്ടി നമ്മുടെ ജീവിതം. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, വണ്ടിയിൽ നിന്ന് നമ്മൾ വീണ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഹെഡ് ഇഞ്ചുറിയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കോമ സ്റ്റേജിൽ കിടക്കേണ്ട അവസ്ഥയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് നമ്മൾ കാരണം ബുദ്ധിമുട്ട്? നമ്മുടെ പാരൻസിന് ബുദ്ധിമുട്ടാണ്, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും നമ്മളങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, അയലത്തുകാർക്ക് വിഷമമാണ്, അല്ലേ? അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സ്പീഡ് കൺട്രോൾ ചെയ്ത് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് എത്താൻ സാധിക്കും. മനസ്സിലായി? അപ്പം എൻ്റെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമുക്കൊരു ലൈഫേ ഉള്ളൂ. കഴിവതും ഒടുവും ചതവും വീഴ്ചയും ഒന്നും സംഭവിക്കാതെ, ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നല്ല ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് ഈശ്വരൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകാൻ തയ്യാറാകുന്നതല്ലേ നല്ലത്. അതിനു മുമ്പേ നമ്മളിങ്ങനെ നമ്മുടെ ഓവർ സ്പീഡ് കാരണം ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു മരണത്തിൽപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നമ്മൾ കിടക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി നമ്മൾ ജീവിതകാലം മൊത്തം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം, വേണ്ടേ? അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, സ്പീഡ് കുറച്ച് പോവുക. ഹൈവേ പണി നടക്കുകയാണ്. ഇപ്പം തന്നെ ഞാനിവിടെ ഇരുന്ന് കണ്ട ഒരു കാര്യമാണ്, ലൈവായിട്ട് കണ്ടതാണ്. ഒരു ചേട്ടൻ പതുക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് ചേട്ടൻ്റെ വണ്ടി സ്കിഡായി. അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പതുക്കെ വരുന്നത്, പക്ഷേ ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടിരിക്കുമ്പം വണ്ടി സ്ലിപ്പായതാണ്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര സൂക്ഷിച്ചാൽ പോലും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ദയവ് ചെയ്ത് എൻ്റെ കൊച്ചു അനുജന്മാർ സ്പീഡ് കുറയ്ക്കുക, കേട്ടോ. പെൺകുട്ടികളും ഒട്ടും മോശമൊന്നുമല്ല. ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളും ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് നിർത്തിയിട്ട് നിങ്ങൾ വളരെ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക. നമുക്ക് ഇപ്പം ഒരു സ്ഥലത്ത് എത്തണം, നമ്മളിപ്പം 9 മണിക്കാണ് നമുക്ക് എത്തണമെങ്കിൽ നമ്മളൊരു 8 മണി കഴിയുമ്പോൾ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. മനസ്സിലായോ? അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുമ്പേ, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മുമ്പ് നിങ്ങളങ്ങ് ഇറങ്ങുക. മനസ്സിലായോ? അപ്പം നമുക്ക് പതുക്കെ വന്നാൽ മതി. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സ്പീഡ് കുറയ്ക്കുക, സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക, കേട്ടോ. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഞാൻ പാട്ടുകാരിയല്ല, ഒരു ചെറിയ പാട്ട്, ഓക്കെ? പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണു പോയെന്നോ മധുരമില്ലാതെ നീത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ എന്തിനെൻ
സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്ന്